ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനും മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്യാനുമുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം. INDC ചേർത്തല റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അർത്തുങ്കലിൽ പ്രതിഷേധ ജ്വാല പരിപാടി സംഘടിപ്പിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റാനുള്ള നീക്കം ഉപേക്ഷിക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി വിഹിതം പഴയതുപോലെ പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് INDC ചേർത്തല റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. അർത്തുങ്കൽ തൈക്കൽ ബീച്ചിൽ നടന്ന പ്രതിഷേധ ജാല KPCC അംഗം KR രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി നരേന്ദ്രമോദിയുടെ കിരാതമായ സർക്കാർ ഈ രാജ്യത്തെ പാവപ്പെട്ട അമ്മമാരെയും സഹോദരിമാരെയും ദ്രോഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നായകനായ മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടി നീക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ തല വെട്ടിക്കളഞ്ഞു. കഴിഞ്ഞ ദിവസം മാർക്സിസ്റ്റുകാർ കണ്ണൂരിൽ നമ്മൾ കണ്ടില്ലേ? അദ്ദേഹത്തിന്റെ മൂക്കും ചെവിയും തല വെട്ടിക്കഴിഞ്ഞു. അതാണ് ഇവിടുത്തെ കാപാലികന്മാരായ ഗവൺമെന്റിന്റെ ആൾക്കാർ ചെയ്യുന്നതെങ്കിൽ കേന്ദ്രത്തിൽ വർഗീയ വിഷം തുപ്പുന്ന ഗവൺമെന്റ് മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്തത് മാത്രമല്ല, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന ലോകത്തിലെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ പോലും നടപ്പാക്കാത്ത പദ്ധതി, കോൺഗ്രസ് കൊണ്ടുവന്ന പദ്ധതി, അതിനെ തകിടം മറിച്ചുകൊണ്ട് 125 ദിവസം കൊടുക്കുമെന്നുള്ള വ്യാജേന 60% കേന്ദ്ര വിഹിതവും 40% സംസ്ഥാന ഗവൺമെന്റുകളും എടുക്കണമെന്നുള്ള വ്യവസ്ഥ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നു. INDC ചേർത്തല റീജിയണൽ പ്രസിഡന്റ് G സുരേഷ് ബാബു അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജെയിംസ് ചിങ്കതറ, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് CD ശങ്കർ, INDC ജില്ലാ സെക്രട്ടറി PR സജീവ്, റീജിയണൽ സെക്രട്ടറിമാരായ രാജേഷ് തോട്ടാത്തറ, രഞ്ജിത്ത് P ചെങ്ങണ്ട, റീജിയണൽ വൈസ് പ്രസിഡന്റ് K ദേവരാജൻപിള്ള, വിജയചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ ജാൻസി ബെന്നി, ആലിസ് ഡൊമിനിക്, മിനി, കോൺഗ്രസ് നേതാക്കളായ സജീവൻ, AP ലാലൻ, അജോ ജോർജ്, സുനിൽ നാലുതൈക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. INDC കടക്കരപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് TS കുഞ്ഞുമോൻ സ്വാഗതവും റീജിയണൽ വൈസ് പ്രസിഡന്റ് G വിശ്വംഭരൻ നായർ നന്ദിയും പറഞ്ഞു. വിൻ മീഡിയ ചേർത്തല.